ചോദ്യം തന്നെ. ആകാശത്തിന്റെ മഴ തരുന്നത് അത് അള്ളാഹുവാണോ അത് പിന്നെ എല്ലാം നിരീക്ഷകമാണെന്ന എന്റെ ചോദ്യം. അതിന് ഇത് ഉത്തരം പറയുന്നത് മലക്കാണ്. അള്ളാഹ് പറയുന്നില്ല ഖുർആനിൽ മലക്കാണ്, മലക്ക് അള്ളാഹ് കൊടുത്ത് ഇത് ചെയ്താണ്, മലക്കിന്റെ ഡ്യൂട്ടിയാണത്. പിന്നെ ഇതിന് മലക്കെതിര ഇത് അതല്ല. അങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖ് പിന്നെ എന്റെ ഇതുപോലല്ലേ ഈ ഉദാഹരണം. മൊയ്തീൻ ഷെയ്ഖ് ആണോ ആകാശത്തിന് മഴ തരുന്നത് അത് അള്ളാഹുവാണ്? ഏതാണ് 4 വാക്കാണ് മറുപടി കേട്ടോ. നിങ്ങൾക്ക് മൈക്ക് ഇയാള് തന്നില്ലേ? ഇയാളോ തന്നെ അല്ലയോ ഒന്ന്? നിങ്ങൾക്ക് മൈക്ക് തന്നെ അല്ലയാണോ അല്ലെങ്കിൽ ഈ മജീദ് മാഷാണോ? പറയാം. മൈക്ക് തന്നത് അള്ള കൊടുത്ത കഴിവാണ്. ആ കഴിവിലാണ്. അങ്ങനെയാണ് ഒരു വീട്. മൊയ്തീൻ ഷെയ്ഖ് ജീവിച്ചിട്ട് എത്ര കാലായി? മൊയ്തീൻ ഷെയ്ഖ് മരിച്ചിട്ട് എത്ര കാലായി? എത്ര 800 കൊല്ലമുണ്ടോ മൊയ്തീൻ ഷെയ്ഖ്? അതിന്റെ മുമ്പ് മഴ വന്നില്ലേ? അപ്പൊ ആരാ മഴ വന്നത്? മൊയ്തീൻ ഷെയ്ഖിന്റെ കൈകൊണ്ടാണെങ്കിൽ അപ്പൊ അന്ന് ജീവിക്കാത്ത മൊയ്തീൻ ഷെയ്ഖ് പിന്നെ ആരെ കൈകൊണ്ട് അന്നുണ്ടാകുന്ന പറയാം. അപ്പോ മജീദ് മാഷ് ജനിക്കുന്നതിന് മുമ്പ് മൈക്കാരും കൊടുക്കലില്ലേ? മജീദ് മാഷ് മൈക്ക് വന്നിട്ട് കൊല്ലത്തിലായി, മജീദ് മാഷ് ജനിച്ചിട്ട് കൊല്ലത്തിലായി. പറയുന്നത് കൊല്ലം പറയും. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് എനിക്ക്. അല്ലാണ്ട് ഒരു ചോദ്യം ആരെയും ഇങ്ങനെ ഉരുണ്ടി വെച്ചിട്ട് കാര്യം. ഇതിന്റെ ഈ അർത്ഥത്തില് എന്താണ്? ആകാശത്തെ മായ തരുന്നത് മൊയ്തീൻ ഷെയ്ഖോ അള്ളാഹോ? അത് അള്ളയാണെങ്കിൽ അള്ളാന്ന് പറയാം, മൊയ്തീൻ ഷെയ്ഖാണ് മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറയാം. രണ്ട് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ഒറ്റൊരാൾക്കാ ചോദിക്കാൻ അവസരം. മൈക്ക് കൊടുത്താൽ മാത്രമേ സംസാരിക്കാം, വേറെ ആരും സംസാരിക്കാം. കേട്ടോളൂ. അപ്പോ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ മഴയെ പടക്കുന്നവൻ മുഹീദ്ദീൻ ഷെയ്ഖ് ആണെന്നാ ഞങ്ങൾ പറഞ്ഞെന്നാ നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. ഒരു സാധനത്തിനെയും പടക്കുന്ന ഒരാളുമില്ല അല്ലാതെ. ലാ ഖാലിഖ ഇല്ലല്ലാഹ്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചെല്ലിരിക്കണ്ട. ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ നാസിറ ഇല്ലല്ലാഹ്. അല്ലാഹല്ലാതെ സഹായിക്കുന്നവനില്ല, അല്ലാതെ സഹായിക്കുന്നവനില്ല. പിന്നെ നിങ്ങളിപ്പോ മറുപടി എത്തി ഞങ്ങളെ സഹായിച്ചില്ലേ നിങ്ങൾ ചോദിക്കൂ. ശരിയാണ്, അള്ളാന്റെ സഹായം തന്നെയാണത്. അള്ളാന്റെ സഹായം ഞാൻ മുഖേന, അള്ളാന്റെ സഹായം മജീദ് മാഷ് മുഖേന, അള്ളാന്റെ സഹായം അമ്പിയാക്കൾ മുഖേന, ഔലിയാക്കൾ മുഖേന. അപ്പം ഈ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാ? യഖ്തുബ അഖിലിസ് സമാ വൽ അർളി ഖൗസഹുമാ യാ ഫൈല ഐനൈ വജൂദൈഹിം വഗൈസഹുമാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. ബുഖാരിയുടെ ഒരു അധ്യായം, ബാബു മനിസ്തആന ബിദ്ദുഅഫാ, ദുർബലരായ മഹാന്മാരെ കൊണ്ട് സഹായം തേടിയ അധ്യായം. അപ്പൊ ദുർബലരായ ബലമുള്ളവരെ കൊണ്ടല്ലേ സഹായം തേടേണ്ടി? അഭിത്തില്ലാൽ കൊണ്ടാ. അപ്പൊ ദുർബലരിൽ ദുന്യാവിലെ ദൗർബല്യല്ല, അള്ളാന്റെ അടുക്കൽ വലിയവര്, ജനങ്ങളുടെ ദുർബലർ. അങ്ങനത്തെ കുറെ മഹാന്മാരുണ്ട്. അവരെ കൊണ്ട് സഹായം നേടിയ അധ്യായം അധ്യായത്തിലുണ്ട് ബുഖാരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിലുണ്ട് ആ ഖുത്ബിയത്തിന്റെ ശർഹിലെത്തും. അപ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അത് സൂഫിയാക്കളുടെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. എന്ത്? സൂഫിയാക്കള് അവർക്കൊരു പ്രയോഗമുണ്ട്, ഖുത്ബ്. ഖുത്ബ് എന്ന് പറഞ്ഞാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സംഗതികളും ഇവിടെ ചെയ്യുമ്പോ അല്ലാഹു ചിലരെ ബഹുമാനിക്കുക എന്നത് അല്ലാഹുവിനോട് തീരുമാനിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അബൂജഹലിനെ നശിപ്പിക്കുമ്പോ ബദരീകൾ മുഖേന നശിപ്പിക്കുന്ന അല്ലാഹു. ഇവിടെ റൂഹ് ഊതുമ്പോ മലക്ക് മുഖേന, റൂഹ് പിടിക്കുമ്പോ മലക്കുൽ മൗത്ത് മുഖേന, വെള്ളം കൊടുക്കുമ്പോ മീകായിൽ മുഖേന. ഇങ്ങനെ അള്ള പലരെയും കാരണക്കാരാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖുത്ബ് എന്ന് പറയുന്ന വലി, ആ വലിയുടെ പ്രാർത്ഥന മുഖേനയാണ് ലോകത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ആ ഖുത്ബിന്റെ പ്രാർത്ഥന മുഖേനയാണ് എല്ലാവർക്കും അല്ലാഹു തആല മഴയും മറ്റു ഖൈറൊക്കെ കൊടുക്കുക, മഹാന്മാരെ പ്രാർത്ഥന മുഖേന. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖുത്ബ് മുഖേന കിട്ടുന്നതാ. അത് ഈ ഭാഷ അറിയാതിരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഔലിയാക്കളെ ഭാഷയായിട്ട് പഠിക്കണം. ഞാൻ സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടി പറയും, എല്ലാവർക്കും ഭാഷ മനസ്സിലാവൂല, ഓരോരുത്തർക്ക് ഓരോ ഭാഷ. ഞാനിപ്പോ നല്ല ഒരു കന്നുകാലി തീറ്റ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് ഞാൻ കന്നുകാലിനെ വിളിച്ച്, ബഹുമാനപ്പെട്ട പശുവേ, പ്രിയപ്പെട്ട പശുവേ, ഞാനിവിടെ കന്നുകാലി തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ വന്ന് കഴിച്ച് തിരിച്ചു പോകേണ്ടതാണ്. പശു ഇങ്ങനെ മേൽപോട്ടു. ഞാൻ
പശുവിന്റെ ഭാഷയെ പറയുമ്പോഴേ പശുവിന് മനസ്സിലാവും. പശു അതാ ഓടി വരുന്നു. നേരത്തെ ഞാൻ സാഹിത്യം പറഞ്ഞപ്പോഴോ പശുവിന് മനസ്സിലായില്ല, കാരണം പശുവിന് ഈ ഇല്ലില്ല. ഇതുപോലെ ഔലിയാക്കളെ ചില ഭാഷ ഉണ്ട്. ഈ ഔലിയാക്കളെ ഭാഷ ഔലിയാക്കളുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാവൂല. അവരെ ഇന്നാന്ന് വിളിക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട പശു തന്നെ പശു വരൂലേ. ഇതുപോലുണ്ട് ചില മഹാന്മാർ. ആ മഹാന്മാരെ സാങ്കേതിക പ്രയോഗമാ കുത്തുബ്, ആ മഹാന്മാരെ സാങ്കേതിക പ്രയോഗമാ ബദലി എന്നൊക്കെ പറയുന്നു. അതിന്റെ വിശദീകരണങ്ങൾ അതിന്റെ കിതാബുകളിലുണ്ട്. അത് പഠിക്കാത്ത സാധുക്കള് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഖുർആൻ കൊണ്ടാ സംസാരിക്കുന്നത്, ഖുർആൻ കൊണ്ടാ ഞാൻ പറയുന്നത്. ഖുർആനിൽ അല്ലാഹു തആല അള്ളയാണ് വഫാത്താക്കുന്നവെന്ന് പറയുന്നു. അതേ ഖുർആനിൽ അല്ലാഹു തആല